ഹലോ, എല്ലാവർക്കും മേരി ക്രിസ്മസ്. നമ്മുടെ ഈ വർഷത്തെ 2024 ക്രിസ്മസ് ആഘോഷം നമ്മളിവിടെ തുടങ്ങുക കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പടക്കം പൊട്ടിച്ച് തന്നെ ആദ്യം നമ്മൾ തുടങ്ങുവാണേ. ഇത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പള്ളിയിൽ ആഘോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കാണണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് അങ്ങോട്ട്. മര്യാദയ്ക്ക് വച്ചിക്കുന്നുണ്ട്. ആയിട്ടില്ല വേണ്ട. എവിടെ ഇങ്ങനെ ഫോണി കാണിച്ച് കത്തിരടാ കത്തിരടാ, കറക്കടാ കറക്കടാ. നീയാണ് ഇനിയും പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ പൊട്ടിക്കണ്ട അച്ചു. അങ്ങോട്ട് എങ്ങോട്ടാ കളഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലെ അങ്ങോട്ട് കണ്ടാ അപ്പുറത്തിരിപ്പണ്ടാ. നോക്കടാ ചേച്ചി മാറുന്നു. അതങ്ങനെ തിരിച്ചു കാണിക്കും. വേണ്ട എന്നാ പിടി അടി, ഇവിടെ പിടി, പോയ പിടി. ആ നോക്കടാ.
വൈക വൈക അടുത്ത് കത്തിക്കാൻ നേരത്തേക്ക് മുട്ടിച്ചാൽ മതി. നോക്കടാ. വീടിൻ്റെ അകത്ത് വരട്ടെ. നോക്കടാ. അതിനകത്തുണ്ടായിരുന്നു ക്വാണ്ടിറ്റി. അപ്പോൾ ഇനി തൽക്കാലത്തേക്ക് നമ്മുടെ വീട്ടിലാഘോഷം ഇവിടം കൊണ്ട് നിർത്തി വെച്ചിട്ട് നമുക്കിനി പള്ളിയിലോട്ട് പോകാം കേട്ടോ. പള്ളിയിൽ ഇനി 9 മണി തൊട്ട് പരിപാടിയാണേ. 9 മണി തൊട്ട് കലാപരിപാടികൾ തുടങ്ങിയിട്ട് 11:30 ആകുമ്പോൾ കുർബാന കയറും കേട്ടോ. അപ്പോൾ നമുക്കിനി പള്ളിയിലോട്ട് പോയാലോ. ഇനി നമുക്ക് ബാക്കി പള്ളിയിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. പള്ളിയിലെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ ഇടവക പള്ളി, കാവാലം സെൻറ്റ് തെരേസാസ് ചർച്ച് കേട്ടോ. അപ്പം നമുക്കിനി കലാപരിപാടികളിലേക്ക് പോകാം കേട്ടോ. കലാപരിപാടിക്ക് ഞങ്ങൾ 4 പേരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അജീഷേട്ടൻ ഔസേപിതാവായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഡാൻസിനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കത് കണ്ടാലോ. മാതൃപിതൃവേദിക്കാരുടെ കരോൾഗാനം ഉണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് പിള്ളേരുടെ കലാപരിപാടികളും മാതൃവേദി അംഗങ്ങളുടെ പരിപാടിയും യുവദീപ്തിക്കാരുടെയൊക്കെ അങ്ങനെ നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ പള്ളിയിലെ പുൽക്കൂടാട്ടോ. നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളെല്ലാവരും കൂടെ തയ്യാറാക്കിയ പുൽക്കൂടാണിത് കേട്ടോ. ഇനി നമുക്ക് കുർബാനയാണ്. 11:30 ആകുമ്പോഴത്തേക്കിന് കുർബാന തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിനി കുർബാന കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേട്ടോ. കളിക്കാം. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ യുവദീപ്തി പിള്ളേരൊരുക്കി ഒരു സമ്മാന പെരുമഴ എന്നും പറഞ്ഞൊരു ഇതുകൊണ്ട് കേട്ടോ. അങ്ങനെ സമ്മാന പെരുമഴയിൽ 4 ബമ്പർ സമ്മാനം ഉണ്ട് കേട്ടോ. ബമ്പർ സമ്മാനം 1-ാം സമ്മാനം ലഭിക്കുക വേണ്ടിയുള്ള നറുക്കെടുപ്പാണ്. 3-ാം സമ്മാനത്തിന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് 65. 3-ാമത്തെ സമ്മാനം 65 ബമ്പർ സമ്മാനം. 3-ാമത്തെ ബമ്പർ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 65-ാമത്തെ നമ്പർ സമ്മാനമാണ്. അങ്ങനെ 3-ാമത്തെ ബമ്പർ സമ്മാനം അടിച്ചത് അനീഷിനാട്ടോ. ഞങ്ങളുടെ അനിയനാണ്, അജീഷേട്ടൻ്റെ അനിയനാട്ടോ 3-ാമത്തെ ബമ്പർ സമ്മാനം അടിച്ചത്. അങ്ങനെ സമ്മാനം അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നേ. പിള്ളേരെല്ലാവരും തന്നെ 20 രൂപ കൊടുത്ത് ഓരോ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 20 രൂപ കൊടുത്ത് വാങ്ങിച്ച സമ്മാനങ്ങളെല്ലാം നമ്പർ ഇട്ട് എടുക്കുന്നതാണ് 4 ബമ്പർ സമ്മാനം കേട്ടോ. ക്രിസ്മസിനോടനുബന്ധിച്ച് വീട്ടിൽ തന്നെ ഞങ്ങൾ 4 പേരും ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അജീഷേട്ടന് കിട്ടിയത് പൊന്നൂനെയാണ്. പൊന്നൂന് കിട്ടിയത് എന്നെ ആയിരുന്നു. എനിക്ക് കിട്ടിയത് അച്ചുക്കുട്ടനെ ആയിരുന്നേ. അച്ചുക്കുട്ടന് കിട്ടിയത്
അജീഷ് ചേട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ സമ്മാനം കൊടുക്കലാട്ടോ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട്. പൊന്നൂന് പപ്പ 2 ഡയറി മിൽക്കാട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അവൾ ഹാപ്പി ആയിട്ടോ. അച്ചുക്കുട്ടന് ഞാനൊരു തോക്കായിരുന്നു വാങ്ങിച്ചു കൊടുത്തത്, അവനും ഹാപ്പിയായി. പിന്നെ പിള്ളേർ ഞങ്ങൾക്കും ഓരോ സമ്മാനം വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ നല്ല രീതിയിലൊക്കെ നടന്നു. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം നല്ല രീതിയിലൊക്കെ നടന്നു. അച്ചുക്കുട്ടൻ പപ്പായ്ക്ക് ഒരു പാക്കറ്റ് പെൻസിലാട്ടോ വാങ്ങിച്ചു കൊടുത്തത്. ടൈലിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് അവനൊരു പാക്കറ്റ് പെൻസിൽ വാങ്ങിച്ചു കൊടുത്തു. പൊന്നു എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും ഒരു പൊട്ടും ഒരു ചീപ്പൊക്കെ ആട്ടോ വാങ്ങിച്ചു തന്നത്. അവളും നന്നായിട്ട് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.